ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവിൽ കുറെ നേരമായിട്ട് കാര്യമായിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഓരോ മൂലയിലിരുന്ന സ്മോൾ ടോക്സും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. അത് കണ്ടിട്ടായിരിക്കണം ബിഗ് ബോസ് അവർക്ക് ഒരു ഡെയിലി ടാസ്ക് കൊടുത്തു. ഹെഡ്ഫോൺസ് വെച്ചൊരാൾ അപ്പുറത്ത് നിൽക്കും, ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ലിപ് മൂവ്മെന്റ് വെച്ച് അവർ എന്താണ് പറയുന്നത് മനസ്സിലാക്കി എടുക്കണം. പേഴ്സണലി നല്ല രീതിയിൽ ക്രിഞ്ച് അടിച്ചെന്ന് കണ്ടൊരു ടാസ്ക് ആയിരുന്നു ഇത്. ആദ്യമൊക്കെ വേറൊന്നും കൊടുക്കാനില്ലാഞ്ഞിട്ടാണ് ഇത്രയും മൂള ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കുന്നത് എന്ന് തോന്നിപ്പോയി. നല്ല ഫിസിക്കൽ ടാസ്ക് ആയിരുന്നുവെങ്കിൽ അതിൻ്റെതായ ഒരു ഗുമ്മുണ്ടായേനെ. അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ പോലെ അങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കാമായിരുന്നു. ഇതിപ്പോ വെറുതെ ഒരു രസവും ഇല്ലായിരുന്നു ഇത്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ഇത്രയും പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടപ്പോഴാണ് നമ്മുടെ മല്ലയും രസ്മിൻ ബായിയും സ്റ്റേജിലേക്ക് വരുന്നത്. അതിനുശേഷം ചിരിച്ചൊരു വഴിയാക്കി കുറെ വ്യക്തികൾ സംഭവിച്ചു. വേലക്കാരി ആയിരുന്നാലും നീൻ മോഹമല്ലി എന്നൊരു സിമ്പിൾ ഡയലോഗ് അതൊട്ടും മനസ്സിലാവാത്ത രസ്മിനും അത് മനസ്സിലാക്കി കൊടുക്കാൻ പാടുപെടുന്ന ജിൻഡോയും. അതേപോലെ തന്നെ ചിരിപ്പിച്ച രണ്ടുപേരാണ് ജാസ്മിനും യമുന റാണിയും. കിട്ടിയ ഊട്ടിയില്ലെങ്കിൽ ചട്ടി എന്നൊരു ഡയലോഗ് ജാസ്മിൻ ഡേർട്ടി മൈൻഡ് വെച്ച് അങ്ങ് തകർത്ത് കളഞ്ഞു. കുന്തംന്നും കിണ്ടിന്നും ഒക്കെയാണ് ജാസ്മിൻ കേട്ടത്. ചിരിച്ചൊരു വഴിയായി. ഇതിനുശേഷം മറ്റൊരു കോമഡി ഉണ്ടായി. അത് ചിലപ്പോൾ ഒരു ട്രാജഡി ആയേനെ. ശരണ്യ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടി ആ ഒരു ചിറ്റിട്ടിരുന്ന ബൗള് തറയിലിട്ട് പൊട്ടിച്ചു ടാസ്കിനിടയ്ക്ക്. ഷിജോ കറക്റ്റായിട്ട് ഗസ് ചെയ്തതിന്റെ സന്തോഷത്തിൽ സംഭവിച്ചു പോയതാണ്. അതിനുശേഷം വീണ്ടും ഈ ഒരു ടാസ്ക് ക്രിഞ്ച് മോഡിലേക്ക് കയറുകയായിരുന്നു. ഒരു രസവും ഇല്ലാതെ അങ്ങനെ അതങ്ങ് അവസാനിച്ചു. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു മുടിയന്റെ ഒരു പൊട്ടിത്തെറി ലൈവില് കാണാനായിട്ട്. അതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.